മോളെ സുഹറ, മോളെ സുലൈക്ക, നിങ്ങൾ എവിടെയാ? അകത്തു നിന്നും ഉപ്പ ഉറക്കെ വിളിച്ചു. ഫൈസി തൻ്റെ കയ്യിലേക്ക് തന്ന ഡിവോഴ്സ് നോട്ടീസിലേക്ക് നോക്കി വിതുമ്പുന്ന സുലൈക്ക ഉപ്പയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. മോളെ സുലൈക്ക, ഉപ്പ ഇതാ നമ്മളെ വിളിക്കുന്നു, വാ നമുക്ക് ഉള്ളിലേക്ക് പോകാം. നീ കരയല്ലേ സുലൈക്ക, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഉപ്പ ബേജാറാകും. സുഹറ സുലൈക്കയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. എനിക്ക് വയ്യ താത്ത, എനിക്കൊന്നിനും കഴിയുന്നില്ല. ഞാൻ ആകെ തളർന്നിരിക്കുകയാ. എനിക്കൊന്നും വയ്യ, എല്ലാം മടുത്തു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇനി എന്താ വേണ്ടത്? തൻ്റെ കയ്യിലിരിക്കുന്ന ഡിവോഴ്സ് നോട്ടീസിലേക്ക് നോക്കിക്കൊണ്ട് സുലൈക്ക പറഞ്ഞു. നീ വാ മോളെ, എഴുന്നേൽക്ക്, വാ, ഉപ്പ വിളിക്കുന്നില്ലേ, വാ. അവൾ ആ ഡിവോഴ്സ് നോട്ടീസ് കയ്യിലെടുത്തുകൊണ്ട് എഴുന്നേറ്റു. അവൾ സുഹറയുടെ കൂടെ അകത്തേക്ക് നടന്നു. ആ പാവം പെണ്ണിനെ കാണുമ്പോൾ സുഹറയുടെ കൽബ് പൊട്ടി. ആ മോളെ സുഹറ, ഫൈസിയൊക്കെ വന്നു അല്ലേ? ഈ വയസ്സനൊക്കെ കാണാൻ വരാൻ അവന് നേരമില്ല. സാരമില്ല, അവൻ വന്നിട്ട് ഇത്ര സമയമായെങ്കിലും ഈ വയസ്സനെ ഒന്ന് കാണാൻ വരുമെന്നെങ്കിലും ഞാൻ കരുതി. എവിടെ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതായാൽ നമുക്ക് ആരുടെ മുന്നിലൊരു വിലയുണ്ടാകില്ല. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്നല്ലേ ചൊല്ലി. കണ്ണുകൾ തുടച്ചുകൊണ്ട് ആ ഉപ്പ അവരോടായി പറഞ്ഞു. സാരമില്ലപ്പ, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ. സുഹറ ഉപ്പയുടെ അടുത്തിരുന്ന് സമാധാനപ്പെടുത്തി. മോളെ സുലൈക്ക, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, നമ്മുടെ ഉപ്പാക്ക് നല്ല ക്ഷീണമുണ്ട്. സുഹറ ഉപ്പയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കട്ടിലിൽ ചാരിയിരുത്തി. സുലൈക്ക അവിടെ നിന്ന് പോയ ശേഷം സുഹറ അവിടെ നടന്നതെല്ലാം ഉപ്പയോട് പറഞ്ഞു. ശരി, ഇത്രയൊക്കെ നടന്നല്ലേ? എന്തൊക്കെയായാലും ഡിവോഴ്സ് വരെ ഒക്കെ എത്തുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ ആരിഫയുടെയും കെട്ടിയവൻ്റെയും പണിയാ. ഇതൊന്നറിയാതെ ഫൈസിയും ആമിനയും അവരുടെ ചതിയിൽ പെട്ടുപോയി. ഇതാ ഉപ്പ വെള്ളം, കുറച്ച് ചൂടുണ്ട്. സുലൈക്ക റൂമിലേക്ക് കയറി വന്നു. മോളെ സുലൈക്ക, മോൾ ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. എൻ്റെ മോളുടെ സങ്കടങ്ങളെല്ലാം പടച്ചവൻ കാണുന്നുണ്ട്. എൻ്റെ മോൾക്കും ഒരു നല്ല കാലം വരും. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. അവർക്കൊരു വീട്ടു ജോലിക്കാരി, അത് മാത്രമാണ് നീ. നിനക്കാണെങ്കിൽ ശമ്പളവും തരണ്ടല്ലോ, ചോദിക്കാനും പറയാൻ ആരുമില്ല. അങ്ങനെയല്ലാതെ ഇന്നേ വരെ എൻ്റെ മോളെ ഇവിടെയുള്ളവർ നിന്നെ കണ്ടിട്ടുണ്ടോ? നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഫൈസി വരെ. എൻ്റെ കുട്ടി ഒന്നും വിഷമിക്കണ്ട, ഇനി ഇവിടെ നിൽക്കരുത്. മോള് പോയിക്കോളൂ, എത്രയും പെട്ടെന്ന് മോള് പോയിക്കോ. ഞാനാണ് നിന്നെ ഇവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടി പോയിക്കോ. മോളെ സുഹറ, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് എൻ്റെ ഈ സുലൈക്കയെ. അവരൊക്കെ തിരിച്ചു വരുന്നതിന് മുമ്പ് എൻ്റെ മോളെ കുട്ടി നീ വേഗം പോകണം. ശരിയാണുപ്പ, ഇനി ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവൾ സുലൈക്ക പോകട്ടെ ഇവിടുന്ന്. സുലൈക്ക, വേഗം ഡ്രസ്സൊക്കെ മാറി വാ. എത്രയും പെട്ടെന്ന് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് ഈ നരകത്തിൽ നിന്നും കരകയറാൻ സാധിക്കില്ല. സുലൈക്ക ഇവിടെ നിന്ന് പോകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല, അല്ലേ ഉപ്പ? അതേ മോളെ, അവർ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കില്ല. കണ്ണീരിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് ആ ഉപ്പ പറഞ്ഞു. അതേസമയം ഷോപ്പിൽ. എടാ ഫൈസി, നീ എന്താ ഇങ്ങനെ കിനാവ് കണ്ടിരിക്കുന്നത്? ഇപ്പോഴേ കിനാവൊക്കെ കാണാൻ തുടങ്ങിയോ?
ഫൈസിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് ആമിനമ്മ ചോദിച്ചു. അല്ലമ്മ, ഞാൻ ആ സുലൈഖയെ പറ്റി ആലോചിച്ചു നിന്നതാ. പിന്നെ ഉമ്മ, അവൾ നമ്മളെ വീട്ടിൽ നിന്നും പോകുന്നില്ലല്ലോ? അളിയൻ പറഞ്ഞിട്ടാ അവളൊന്ന് പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഷാഹിനിയുമായുള്ള കല്യാണത്തിന് അവളെങ്ങാനും സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാ അളിയൻ തന്ന ഡിവോഴ്സ് നോട്ടീസിൽ കാണിച്ചൊന്ന് പേടിപ്പെടുത്തിയത്. ഇതെല്ലാം കൂടി ആലോചിക്കുമ്പോൾ അവളെങ്ങാനും ഇറങ്ങിപ്പോകുമോ? ഞാൻ കൂടി ആലോചിച്ചിട്ട് ആകെ ഒരു സമാധാനക്കേട്. ഫൈസി ആമിനുമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ഫൈസി, അനക്ക് എന്തൊക്കെ ഉണ്ട് ആലോചിക്കാനായിട്ട്? അവളെ എവിടെ പോകുന്ന നീ പറയുന്നത്? നമ്മൾ ആട്ടി ഓടിച്ചാൽ പോലും അവൾ എവിടേക്കും പോകില്ല. അല്ല പിന്നെ അവൾക്ക് പോകാൻ എവിടെയെങ്കിലും ഉണ്ടോ? നീ തന്നെ ആലോചിച്ചു നോക്കുന്നു ഫൈസി. അവൾ ഈ കാലം എത്രയായിട്ടും അവളുടെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടോ? പോയാൽ തന്നെ അവിടെയുള്ളവർ അവളെ കയറ്റുമോ? അവൾ നമ്മൾ പറയുന്നത് പോലെ അവിടെ തന്നെ ഉണ്ടാകും. നീ ഇതിങ്ങനെ ആലോചിച്ച് ബേജാറാവണ്ട. പിന്നെ നിക്കാഹിന്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അവളെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റാം. അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കും ഷാഹിനാക്കും ഒക്കെ അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഇതൊന്നും നീ ഇപ്പം ആലോചിക്കണ്ട. അവൾ എവിടേക്കും പോകില്ല. ആമിനുമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഫൈസിയോട് പറഞ്ഞു. എജ്ജ് വേഗം നിക്കാഹിനുള്ള ഡ്രസ്സൊക്കെ എടുത്തോളി. പിന്നെ നല്ല വില കൂടിയത് തന്നെ എടുത്തോട്ടോ. അവരൊക്കെ വലിയ തറവാട്ടുകാരല്ലേ. നിലക്കും വിലക്കും ഒത്ത ഒരു നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ എൻ്റെ കുട്ടി എടുക്കുക. പിന്നെ ആ സുലൈഖാക്കും ഒന്ന് എടുത്തോളി. അത് പിന്നെ ഏറ്റവും വില കുറഞ്ഞതൊന്നും മതി. അവൾക്ക് എവിടെ പോകാനാ? വീട്ടിൽ തന്നെ ഇരുന്ന് ചുറ്റിക്കറങ്ങാനുള്ളതല്ലേ. നല്ലോണം വില കുറഞ്ഞ എന്തെങ്കിലും ഒരു ചുരിദാറാറ്റം എടുത്ത് കൊടുത്ത് മതി. ആമിനുമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു പോയെങ്കിലും ഫൈസിക്ക് എന്തോ ഒരു സമാധാനക്കേട്. വീട്ടിൽ നിന്നും ഇറങ്ങി ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്തിയത് മുതൽ ആകെ മനസ്സിൽ എന്തോ ഒരു പരവേശം. നീ എന്തൊക്കെ പറഞ്ഞാലും സുലൈഖയെ നഷ്ടപ്പെടുത്താൻ അവൻ ഒരുക്കമായിരുന്നില്ല. അതുപോലെ തന്നെ ഷാഹിനിയെ നേടാൻ. അവനമ്മ പറഞ്ഞ വാക്കുകളിൽ എൻ്റെ മനസ്സൊക്കെ ഒന്ന് തണുത്തു. വേഗം ഡ്രസ്സൊക്കെ എടുക്കുന്ന തിരക്കുകളിലേക്ക് മുഴുകി. ഇതേ സമയം സുലൈഖ ആ വീട്ടിൽ നിന്നും പുറപ്പെടാൻ തയ്യാറാവുകയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ആ ഡിവോഴ്സ് നോട്ടീസിൽ അവൾ ഒപ്പുവെച്ചു. ഒപ്പം തന്നെ അവളുടെ കഴുത്തിൽ കടന്ന കുഞ്ഞു താലിമാല അതും അവിടെ ഊരിവെച്ചു അവൾ. മരണം കൊണ്ടല്ലാതെ ഈ താലിമാല ഞാൻ അഴിക്കില്ലെന്ന് വിചാരിച്ചതാ ഫൈസിക്ക. പക്ഷെ നിങ്ങൾ തന്നെ ഇതിനൊക്കെ ഒരു കാരണമായില്ലേ? അവൾ തേങ്ങിക്കൊണ്ടിരുന്നു. മോളെ സുലൈഖ, അത് നിനക്ക് അവകാശപ്പെട്ടതാ. അത് നീ അഴിക്കേണ്ട. അത് നിനക്കൊരു മുതൽക്കൂട്ടായി മാറും. വേണ്ട ഇത്താത്ത, എനിക്കൊന്നും വേണ്ട. ഫൈസിക്കയുടെ ഒന്നും എനിക്ക് വേണ്ട. അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. ഇത് കണ്ട് സുഹറയും ഉപ്പയും കണ്ണീര് തുടച്ചു. ഫൈസി നിന്നെ ഒഴിവാക്കിയാലും നീ എൻ്റെ മോള് തന്നെ കേട്ടോ മോളെ സുലൈഖ. ആ ഉപ്പ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഉപ്പ, ഞാനിവിടെ വിട്ടു പോവുകയാ. പക്ഷെ ഞാൻ എന്നും എൻ്റെ ഉപ്പയെ ഓർക്കും. പിന്നെ ഫൈസിക്ക് ഞാൻ ഒരിക്കലും ശപിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയണം. ഫൈസിക്കയും ഷാഹിനെയും നല്ല രീതിയിൽ ജീവിക്കട്ടെ. എന്നാൽ ഇനി ഞാൻ ഇറങ്ങട്ടെ ഉപ്പ. അവൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഉപ്പയോട് സലാം പറഞ്ഞു. ഇത്താത്ത, ഞാൻ ഇറങ്ങട്ടെ. അവൾ സുഹറയെ കെട്ടിപ്പിടിച്ചു. ഇത്താത്ത ഇറങ്ങട്ടെ, ഉപ്പാനെ നോക്കണേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി. നീ നന്നായി വരും മോളെ, സുഹറത്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇക്ക, നിങ്ങൾ ഇവളെ ബസ് കയറ്റി വിടണം. മോളെ സുലൈഖ, നീ നോക്കി പോകണേ. സുഹറ അവളെ ഓട്ടോയിലേക്ക് കയറ്റി. 4 കൊല്ലം ഞാൻ താമസിച്ച വീട്. സുലൈഖ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ കണ്ണൊക്കെ ഒന്ന് തുടച്ചു. ഇത്ത, ഉപ്പ, ഞാൻ പോട്ടെ. അവൾ രണ്ടുപേരോടെയും കൈവീശി കാണിച്ചു. എന്നാ ശരി മോളെ.
ആയിത്താ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ഓട്ടോ സ്റ്റാർട്ടായി. അവരുടെ യാത്ര തുടർന്നു. ലേക്കയുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നറിയാൻ കാത്തിരുന്ന് കാണുക. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.